SITയുടെ അടുത്ത ബെൽ കോൺഗ്രസിലേക്ക്. നാളിതുവരെ ബെൽ അടിച്ചിരുന്നതും റഡാർ വർക്ക് ചെയ്തതുമെല്ലാം CPMന്റെ ഫോൾഡറുകളിലായിരുന്നു. എൻ വാസു, പത്മകുമാർ, വിജയകുമാർ, KP ശങ്കരദാസ്, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ, ഇനി ആ റേഞ്ചിൽ വരുന്ന മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്നതാണ് ലേറ്റസ്റ്റ് കിട്ടുന്ന വിവരം. അടൂർ പ്രകാശിനോട് തന്നെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ അടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു വ്യക്തിയായിട്ട് വന്നിരിക്കുന്നത് ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലയിലുള്ളതാണ്. അദ്ദേഹവും കൂടിയാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ട് അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള പബ്ലിക് സ്പിയറിലുള്ള പൊതുമണ്ഡലത്തിലുള്ള അടുത്തൊരു പേരെന്ന് പറയുന്നത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയെ രണ്ട് തരത്തിലാണ് ഇടതുപക്ഷം ഇതിൽ ബന്ധിപ്പിക്കുന്നത്. ഒന്ന്, സോണിയാഗാന്ധിയുടെ ബന്ധുവിന്, അത് മുറയ്ക്കുള്ള ബന്ധുവാണോ, സ്വന്തം ഏറ്റവും അടുത്ത സഹോദരൻ അങ്ങനത്തെ ബന്ധുവാണോ എന്നറിയില്ല, ഒരു രക്തബന്ധം ഉള്ളതാണോ അതോ ബന്ധത്തിൽ ബന്ധം, എന്തായാലും ബന്ധു ഒരാളിന് ഇറ്റലിയിൽ ആന്റി കിഡ്സ് വ്യാപാരം അല്ലെങ്കിൽ അതിന്റെ പ്രദർശനശാല ഉണ്ട്, വിൽപ്പനശാല ഉണ്ട് എന്നൊരു വാർത്ത ഇങ്ങനെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. സോണിയാഗാന്ധിയെ നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോയി കാണുകയും അതോടൊപ്പം തന്നെ പല നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫാമിലിയും ഭാര്യയും പലരും ഉണ്ടായിരുന്നു അവിടെ. അത് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂലോ, ജപിച്ച നൂലാണോ സ്വർണ്ണ നൂലാണോ എന്താ കെട്ടിക്കൊടുക്കുന്ന ഒരു ചിത്രവും വളരെ വ്യാപകമായിട്ടുണ്ട്. അത് കോൺഗ്രസ് വൃത്തങ്ങൾ അത് നിഷേധിച്ചിട്ടില്ല. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നിഷേധിച്ചിട്ടില്ല. അതിനെന്താ സോണിയാഗാന്ധിയെ കണ്ടുകൂടെ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മിസ്റ്റർ KC വേണുഗോപാൽ അല്ലെങ്കിൽ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ ആളുകളോട് പറയാനുള്ള, തീർച്ചയായിട്ടും സോണിയാഗാന്ധിയെ കാണാം. സോണിയാഗാന്ധി ആർക്ക് വേണോ അപ്പോയിന്റ്മെന്റ്, നിങ്ങളെപ്പോലുള്ള ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താൽ ആർക്ക് വേണോ കാണാം. പക്ഷെ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു നൂല് കെട്ടണമെങ്കിൽ, ഒരു ജപിച്ച വസ്തു കെട്ടണമെങ്കിൽ അതിനൊരു പോറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്വമുള്ള മുതിർന്ന അല്ലെങ്കിൽ തന്ത്രി, മിനിമം തന്ത്രി ലെവൽ അല്ലെങ്കിൽ മുൻ മേൽശാന്തിമാർ, ധാരാളമായി ശബരിമലയിലുള്ള മുൻ മേൽശാന്തിമാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോവുകയും അത്യാവശ്യം നല്ല ദക്ഷിണയൊക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഒരു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മേൽശാന്തി ശ്രീലങ്കയിൽ പോയിരുന്നു. ശ്രീലങ്കയിലെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. മേൽശാന്തി അവിടെ ചെന്നൊരു പൂജ നടത്തിയതായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളും ഹിന്ദു സംഗമ ക്ഷേത്രങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ നടത്താൻ മേൽശാന്തി, ശബരിമല മേൽശാന്തിമാർ, മുൻ മേൽശാന്തിമാർ പോവും. അവർക്കതിന് നല്ല അത്യാവശ്യം നല്ല ദക്ഷിണയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതൊക്കെ അല്ലാതെ ഒരു ജൂനിയർ ആയിട്ടുള്ള ശബരിമലയിൽ പൂജ നടത്തിയിട്ടില്ലാത്ത മേൽശാന്തിയോ കീഴ്ശാന്തിയോ ഒന്നും ആയിട്ടില്ലാത്ത, മുഴുവൻ സമയം മേൽശാന്തി പോലും ഒരു അമ്പലത്തിലും മേൽശാന്തി അല്ലാതെ ഇങ്ങനെ ഒരു ബിനാമി പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളിനെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തുമ്പോൾ അതിനകത്തൊരു ചോദ്യം ചെയ്യലുണ്ടാകും. നല്ല ക്യാരക്ടറുള്ള വ്യക്തികൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സ് അല്ലാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ പോലും അതിന് ചോദ്യം ഉണ്ടാകും. എങ്ങനെ ഇത്രയും അടുത്ത് നിൽക്കാൻ പറ്റി, ആ ഫോട്ടോ, അയ്യോ ഇതാരാണ്, ഇതെങ്ങനെ അവിടെ എത്തിയെന്ന് ഒരു ഷെയ്ഡി ക്യാരക്ടർ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പോലും മറ്റുള്ളവർ സംശയിക്കും. ഇതാരാണ് സ്പോൺസർ ചെയ്തത്, ആരാണ് കൊണ്ടുകൊടുത്തത്, ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഒരു വളരെ ഷെയ്ഡി ക്യാരക്ടറുള്ള ജയിലിൽ കിടക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ബന്ധം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യേണ്ടി വരും. അത് വെറുതെ ഒരു മൊഴിയെടുക്കലോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മൊഴിയെടുക്കൽ മാത്രമായി നിൽക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും സോണിയാഗാന്ധിയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ നിർബന്ധമായും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസ്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിച്ചിട്ടുണ്ടാകും. അതിൽ വലിയ കച്ചവടം തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിലേക്കാണ് ഈ കഥ തിരിയുന്നത്. ഇനി പോകാനുള്ളത് BJPയിലേക്കാണ്. ആദ്യം മുതലേ നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടോ ഈ ശബരിമല വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ തന്ത്രിയൊക്കെ ഉള്ളത് കൊണ്ട്, പോറ്റി കുടുംബവും തന്ത്രിയും തിരുമേനിയും എമ്പ്രാന്തിരിയും നമ്പൂതിരിമാരും ഒക്കെ ഉള്ളത് കൊണ്ട്, അങ്ങനെ ഒരു വിഭാഗക്കാരും കൂടി ഇതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട്, എല്ലാവരുമല്ല, വിരലിലെണ്ണാവുന്ന തെറ്റ് ചെയ്യുന്ന, മോഷ്ടിക്കുന്ന, പിന്നെ ദേവന്റെ സ്വത്ത് അടിച്ചു മാറ്റുന്ന വിഭാഗത്തെ മാറ്റണം. അല്ല എല്ലാവരും അങ്ങനെയൊന്നുമല്ല, മഹാഭൂരിപക്ഷവും സാത്വിക ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ ഈ ചെറിയ ന്യൂനപക്ഷം വിരലിലെണ്ണാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുത്തിയോ ഏതെങ്കിലും തരത്തിൽ BJPയുടെ ഒരു നേതാവിന്റെ ചിത്രമോ ഒരു നേതാവിന്റെ ബൈറ്റോ ഒരു നേതാവ് ഉള്ളതായിട്ടോ നാളിതുവരെ പുറത്ത് വന്നിട്ടില്ല. അതിൽ ഒരു സേഫ് സോണിലാണ് BJP നിൽക്കുന്നത്. പക്ഷേ എന്നിട്ടും പല ആളുകളും ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് നാമജപ ഘോഷയാത്ര നടത്തിയതുപോലുള്ള ഒരു ആവേശം BJPക്ക് ഇല്ലാത്തത്? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ വ്യാപകമായി കേസ് വന്നു. ആ കേസ് ഇപ്പോഴും സംഘപരിവാറുകാരും BJPക്കാരും പറഞ്ഞു തീർത്തിട്ടില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ട് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടായി, ചെറുപ്പക്കാരികൾക്ക്.
രണ്ട്, ഇങ്ങനെയെല്ലാം നെഞ്ചിലടിച്ച് ബഹളം ഉണ്ടാക്കിയാലും റോഡിലിറങ്ങി കുത്തിത്തിരിപ്പ് പരിപാടികളും യാത്രയൊക്കെ നടത്തില്ല, അതിന്റെ ക്രെഡിറ്റ് അവസാനം മണ്ണും ചാരി നിൽക്കുന്ന പെണ്ണ് കൊണ്ടുപോകും, കോൺഗ്രസ് കൊണ്ടുപോകും. ഇതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് നേട്ടമുണ്ട്. അപ്പൊ രാഷ്ട്രീയമായി കോൺഗ്രസിന് നേട്ടമുണ്ടാകാനും സ്വന്തം അണികൾക്കും സ്വന്തം പ്രവർത്തകർക്കും നേതാക്കൾക്കും കേസ് വരാനും വേണ്ടി എന്തിനാണ് അങ്ങനെ ഒരു വിവരം എടുക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. രാജീവ് ചന്ദ്രശേഖർ കൊണ്ട് ഹൈക്കോടതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് CBI ഏറ്റെടുക്കണമെന്നാണ്. അപ്പൊ ED ഇപ്പൊ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് അതിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതാണോ? അതോ പല ഒരു സംശയമായി നിൽക്കുന്നത് BJPയുടെ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? പക്ഷെ നാളിതുവരെ അങ്ങനെ ഒരു പേരും മുതിർന്ന ഒരാളിന്റെ, ഒരു നേതാവിന്റെയോ ഒരു സാധാരണ നേതാവിന്റെ പേര് പോലും നാളിതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാനലുകളൊക്കെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ എന്തായാലും അത് കേട്ടിട്ടില്ല. ഇനി അവരാരെങ്കിലും പറയണം നാളിതുവരെ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. കാരണം അതിനകത്തുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഓവർടേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അതുപോലെ സ്റ്റേറ്റിലുള്ള കോൺഗ്രസ് ആണ് പ്രധാന പാർട്ടി, BJP അല്ലല്ലോ. അപ്പൊ കോൺഗ്രസിനെയും കൂടി ഭരണ പാർട്ടി, അപ്പൊ ഭരണ പാർട്ടികളെ എടുത്ത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് MP-മാരെ MLA-മാരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് മുൻ മന്ത്രിമാരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. ഇതിനിടയിൽ അടൂർ പ്രകാശ് ഒരു പരിപാടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാട്ടിൽ പോയിരിക്കുന്നു. എന്തിനു പോയി, എന്ത് പരിപാടി എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ അടൂർ പ്രകാശ് പത്രക്കാരോട് പറഞ്ഞിട്ടില്ല. അത് ഞാനൊരു പരിപാടി എന്നേ പറയുന്നുള്ളൂ. അപ്പൊ കുറച്ച് നിഗൂഢതകൾ ഇതിനകത്ത് കാണുന്നു, കേൾക്കുന്നു. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം അയ്യപ്പന്റെ സ്വത്ത് ആരെങ്കിലും കട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കട്ടുപോയ കള്ളന്മാരെ ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഒക്കെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കൂടെ നിന്ന് ഫോട്ടോകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ കുറെ വീടുകൾ സ്പോൺസർ ചെയ്ത് കൊടുത്തുവെന്നോ, അത് കുറച്ച് ആളുകൾക്ക് കെട്ടിക്കൊടുക്കുന്നതിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നെന്നോ, അതിന് പ്രത്യുപകാരമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇങ്ങനെ വിഹരിക്കാനുള്ള ഒരു സാഹചര്യം സുരേന്ദ്രൻ ചെയ്തു കൊടുത്തതെന്നോ. കാരണം ഇതെല്ലാം ഒരു പരസ്പര സഹകരണ കച്ചവട പരിപാടിയാണ്. ഞാൻ നിങ്ങളെ ചൊറിയാം, നിങ്ങൾ എന്നെ ചൊറിയുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്ന ഒരു പരിപാടിയാണ്, ഒരു പരസ്പര സഹകരണ സംഘമാണിത്. സ്വാഭാവികമായിട്ട് ശബരിമലയിലെ കൊള്ളയിൽ തന്ത്രിയും കൃഷ്ണൻ പോറ്റിയും പിന്നെ അതുപോലെ ഇപ്പൊ വിജയകുമാറും അടക്കമുള്ള എല്ലാവരും, വിജയകുമാറൊക്കെ വലിയ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് വരുമ്പോൾ വരുന്നത്. അതുപോലെ ദാവൂദ് മണിയിൽ നിന്ന് ഡയമണ്ട് മണിയിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വിഗ്രഹങ്ങൾ ഒരുപാട് മണി വാങ്ങിയതായിട്ട് അറിയുന്നു. പക്ഷെ 7 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് മണി വേണ്ടത്ര വീണിട്ടില്ല. പക്ഷെ 2ാം റൗണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഇനിയും കുറെ തെളിവെടുപ്പുകൾ കൂടെ നടത്തി 2ാം റൗണ്ട് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീഴാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM ഭയക്കുന്നുണ്ട് 2ാം ഘട്ടം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ, ആ ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് സർക്കിളിലും കറങ്ങുന്നുണ്ട്.